നമസ്കാരം, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നതാ നല്ലൊരു ഐഡിയ ആണ് കേട്ടോ കാണിക്കുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പേപ്പർ സ്ക്വയറിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീളവും വീതി 14 ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ പേപ്പർ നമുക്ക് രണ്ടായിട്ട് മടക്കാം. കറക്റ്റായിട്ട് നമ്മൾ മടക്കിയിട്ടുണ്ട്. വീണ്ടും ഒന്നും കൂടെ മടക്കി കൊടുക്കാം, ദാ ഇതുപോലെ. അതിനുശേഷം ഇതൊന്ന് തുറന്നിട്ട് സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്യാം. ഇനി അടുത്തതായിട്ട് സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഒരു സൈഡിലുള്ള പേപ്പർ ഇതുപോലെ മടക്കി കൊടുക്കാം. അടുത്തൊരു സൈഡിൽ നിന്നും ഈ ഒരു രീതിക്കൊന്ന് മടക്കി കൊടുക്കണം. ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് വേണ്ടത്. ഇനി ഈ ഒരു ഷേപ്പിൻ്റെ മോൾ ഭാഗത്തുനിന്ന് ഉള്ളിലേക്കായിട്ട് ഒരു സൈഡിൽ 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. സെയിം രീതിയിൽ തന്നെ അടുത്തൊരു സൈഡിലും 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ജോയിൻ്റ് ആക്കിയിട്ട് ഒരു ലൈൻ മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ ചെറിയൊരു പ്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്, റൗണ്ട് ഷേപ്പിലുള്ളത് കേട്ടോ. ഇതിൻ്റെ ഒരു അളവ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. ഇനി നമ്മൾ ഈ മടക്കി വെച്ച പേപ്പറിൽ രണ്ട് സൈഡിലായിട്ട് 5 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ആ ഒരു പ്ലേറ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡിൽ മാർക്ക് ചെയ്ത് അവിടെ നിന്ന് അടുത്തൊരു സൈഡിലേക്ക് ആ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്ത ഭാഗത്തായിട്ട് പുറത്തുനിന്ന് ഉള്ളിലേക്കായിട്ട് ഒരു സൈഡിൽ നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു. അടുത്തൊരു സൈഡിലും 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് താഴേക്കായിട്ട് ഇങ്ങനെ വെച്ചിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. അടുത്തൊരു സൈഡിൽ നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് മുകളിൽ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടേക്ക് ലൈന് മാർക്ക് ചെയ്യാം. ഇതേ രീതിക്ക് തന്നെ അടുത്ത സൈഡിൽ നമ്മൾ ലൈന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാം. ആദ്യം നമ്മൾ മുകളിൽ ആ ഒരു ഷേപ്പ് മാർക്ക് ചെയ്ത ഭാഗമാണ് കട്ട് ചെയ്ത് എടുക്കുന്നത്. അതിനുശേഷം 2 സൈഡിലും ലൈന് മാർക്ക് ചെയ്ത ഭാഗവും കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മളിതാ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നിവർത്തി കൊടുക്കാം. ഇപ്പോൾ ദാ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് ഇനി തുണി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ തുണി എടുത്തിട്ടുണ്ട്. തുണിയുടെ നീളവും വീതിയും എടുത്തിട്ടുള്ളത് 15 ഇഞ്ചിലാണ്. കോട്ടൺ തുണിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ സ്പോഞ്ച് ഷീറ്റ് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലൈനിങ്ങിൻ്റെ തുണി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഇത് മൂന്നും കൂടെ ചേർത്ത് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്കൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ക്വിൽറ്റ് സ്റ്റിച്ച് ഓരോ ലൈനുകൾ പോലെയാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. അതിനു മുൻപായിട്ട് നമ്മൾ വേറൊരു പീസ് തുണിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ, സെയിം അളവിൽ. ഇതിലും നമുക്ക് സ്പോഞ്ച് ഷീറ്റും ലൈനിങ് തുണിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സെയിം രീതിയിൽ തന്നെ ക്വിൽറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളിതാ തുണി ഈ ഒരു രീതിക്ക് തന്നെയാണ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരരുകുന്നായിട്ട് ഓരോ ലൈനുകളായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. നമ്മളൊരു 1/2 ഇഞ്ച് ഗ്യാപ്പുള്ള ലൈനുകളാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മളിതാ 2 പീസ് തുണിയും സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ് കാണാനായിട്ടുള്ളത്. ഇനി തുണിയുടെ മോൾ ഭാഗത്തേക്കായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഒരു പാറ്റേൺ ഇങ്ങനെ സെൻറ്ററിലേക്കായിട്ട് വെച്ച് കൊടുക്കുക. ഒരു കൈ കൊണ്ട് ഇതുപോലെ അമർത്തി പിടിച്ചിട്ട് അടുത്തൊരു കൈ കൊണ്ട് തുണിയിലേക്ക് ആ ഒരു പാറ്റേൺ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ പാറ്റേണിൻ്റെ ആ ഒരു ഷേപ്പ് തുണിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്ക് ചെയ്ത ആ ഒരു രീതിക്ക് തുണി നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്ത 2 പീസ് തുണിയും പാറ്റേണിൻ്റെ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഒരു പീസ് തുണിയാണ് ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പാറ്റേണിൻ്റെ ഉൾഭാഗത്ത് വരുന്ന ആ ഒരു കട്ടിങ് ഇതുപോലെ 2 അരികു ഭാഗവും ചേർത്ത് വെച്ചിട്ടൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒന്ന് പിൻ ചെയ്ത് വയ്ക്കാം. അങ്ങനെ ഓരോ ഭാഗങ്ങളും ചേർത്ത് വെച്ചിട്ടൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഭാഗങ്ങളും ക്ലിപ്പ് ചെയ്തപ്പോൾ ഈ ഒരു രീതിക്കാണുള്ളത്. ഇനി അടുത്തൊരു പീസും ഇതേ രീതിക്ക് തന്നെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം.
അപ്പോൾ രണ്ടും നമ്മളിതാ ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ക്ലിപ്പ് ചെയ്തതിൻ്റെ അരികിലൂടെ ആയിട്ട് നമുക്ക് ഓരോ ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണതെന്നാണ് അടുത്തത് കാണിക്കുന്നത്. നമ്മളിതാ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് അരികിലൂടെ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ഓരോ കട്ടിങ്ങിൻ്റെ ഭാഗങ്ങളും നമ്മൾ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അവിടെയൊക്കെ നമുക്ക് ഇതുപോലെ അരികിലൂടെ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മളിതാ ക്ലിപ്പ് ചെയ്ത ഭാഗങ്ങളെല്ലാം തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അടുത്തൊരു പീസും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പീസ് എടുത്തിട്ട് നല്ല ഭാഗം ബാക്കിലേക്ക് എന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരെണ്ണത്തിൻ്റെ ഉള്ളിലേക്കായിട്ട് ഒരെണ്ണം ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ല വശങ്ങൾ ഉള്ളിലേക്കായിട്ടാണ് ഉള്ളത്. ഇനി നമുക്ക് ഈ രണ്ട് പീസിൻ്റെയും ജോയിൻ്റ് ഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഓരോ ഭാഗങ്ങളിലുമായിട്ട് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് ബാക്കിയുള്ള ഭാഗം മോൾ ഭാഗത്ത് ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പം നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഓപ്പൺ ആയിട്ടുള്ള വെച്ചിട്ടുള്ള ഭാഗമാണ് ഇത്. ഈ ഒരു ഭാഗത്തൂടെ ആയിട്ട് ഈ ഒരു തുണിയുടെ നല്ല വശം നമുക്ക് ഇതുപോലെ പുറത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കൈ വെച്ചിട്ട് ആ ഒരു ഷേപ്പ് ഒന്ന് കറക്റ്റാക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ട് തുണിയുടെ അരികു ഭാഗവും നമ്മൾ ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് ഓപ്പൺ ആയിട്ട് വെച്ചിട്ടുള്ള ആ ഒരു ഭാഗവും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അങ്ങനെ നമ്മൾ ബാക്കിയുള്ള ഭാഗവും മുകളിലൂടെ ആയിട്ട് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് നല്ല ഫിനിഷിംഗ് ആയിട്ട് ഇരിക്കുള്ളൂ. ഇങ്ങനെയാണ് കാണാനായിട്ടുള്ളത്. ഇന്ന് നമ്മൾ നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു ബൗളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു ബൗളിൻ്റെ രണ്ട് സൈഡ് നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്, നമ്മുടെ ടേബിൾ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ബൗളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഇത്ര തന്നെയുള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ 1-2 ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഈ വീഡിയോസിനെ ഒന്നും മറക്കാതെ ഹൈപ്പ് ചെയ്യണേ. അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.